എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ സൈബർ കുറ്റങ്ങളും സൈബർ നിയമവും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും അതുപോലെ LDC LGS മെയിൻ എക്സാമിനായാലും എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ നിയമവും എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറേ അധികം ടേംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ടേംസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. എന്താണ് സൈബർ കുറ്റകൃത്യം? ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയാം, അല്ലെ? മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് മറ്റൊരാളെ ദോഷമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എന്തറിയപ്പെടും? സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് അറിയപ്പെടും. അപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതായത് ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ, ഇങ്ങനെ ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ് അങ്ങനെയൊക്കെ തന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ മൊബൈലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. അത് ആദ്യം മനസ്സിലാക്കുക. ദെൻ സൈബർ ടെററിസം. സൈബർ ടെററിസം എന്ന് പറയുമ്പോൾ സൈബർ തന്നെ, അതായത് മൊബൈൽ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ടെററിസം എന്ന് പറയുമ്പോൾ അത് ഏതിനെതിരെയായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എതിരെയുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക്, മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറ്റങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. ആ സൈബർ കുറ്റകൃത്യങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെയാണ് നടക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? സൈബർ ടെററിസം എന്ന് പറയും. ദെൻ അടുത്തത് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിലെ സുരക്ഷ, നെറ്റ്വർക്ക് ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ ചോർത്തുന്നതിനെയാണ്, നെറ്റിലുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹാക്കിംഗ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, അല്ലെ? സുരക്ഷകളൊക്കെ ഭേദിച്ചിട്ട് നമ്മൾ അതിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാക്കിംഗ് ചെയ്യുന്നവരെ പറയുന്ന പേരെന്താണ്? ഹാക്കേഴ്സ്. ഹാക്കിംഗ് ചെയ്യുന്നവർ അറിയപ്പെടുന്ന പേരെന്താണ്? ഹാക്കേഴ്സ് എന്നാണ്. ഈ ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ, വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. അപ്പൊ എന്താണ് ഇത്? ഓരോന്നും എന്താണെന്നുള്ളത് അറിയണം. ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ചെയ്യുന്നവരാണ്. എന്താണ് ഹാക്കിംഗ്? കമ്പ്യൂട്ടറിലുള്ള സുരക്ഷകളും സംവിധാനങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് അതിൽ നിന്നും ഡാറ്റാസ്, അവരുടെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയാം. അപ്പൊ ഹാക്കിംഗ് ചെയ്യുന്നവർ ഹാക്കേഴ്സ് ആണ്. അവർ 3 തരത്തിലാണ് ഉള്ളത്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് എന്ത്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് ആര്? വൈറ്റ്. അപ്പൊ വൈറ്റ് അങ്ങനെ പ്രതിരോധിക്കുക, സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നവരാണ്. അപ്പൊ അത് ഓർക്കാനായിട്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ള മനസ്സുള്ളവരാണ്, നല്ല മനസ്സുള്ളവരാണ് എന്ത്? കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുക. അങ്ങനെ ഓർക്കുക. അപ്പൊ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ്. ദെൻ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുമ്പോൾ, ബ്ലാക്ക് കറുപ്പ്, അല്ലെ? കറുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു ടെറർ അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇരുട്ട്, അല്ലെ? പേടി, ഭയം. അതപ്പോൾ തീവ്രവാദം, തട്ടിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സൈബർ ഹാക്കിംഗ് നടത്തുന്നവരെയാണ് എന്തെന്ന് പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. അപ്പോൾ വൈറ്റ് ഹാറ്റ്, വൈറ്റ് വെള്ള നല്ലതാണ്. അപ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുമ്പോൾ തീവ്രവാദം, തട്ടിപ്പ് തുടങ്ങിയവയ്ക്കായിട്ട് ഹാക്കിംഗ് ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ്. ബ്ലാക്ക് കറുപ്പാണ്, അപ്പോൾ അത് തട്ടിപ്പായിട്ട് ബന്ധപ്പെടുത്താം. ദെൻ ഗ്രേ ഹാറ്റ്. ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വൈറ്റ് ഹാറ്റായിട്ട് ഇരുന്നവർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിച്ചവരായിരിക്കും, അങ്ങനെ ഹാക്ക് ചെയ്തവരായിരിക്കും. ദെൻ അവരെന്ത് ചെയ്തു? അതിനുശേഷം അവർക്ക് ലഭിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളവരാണ് എന്ത്? ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വൈറ്റ് ഹാറ്റായിട്ട് പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്
ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാക്കിംഗ് ചെയ്യുന്നവർ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നു. 3 തരത്തിലാണുള്ളത്: വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വെച്ചാൽ വ്യാജ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് മറ്റുള്ള വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വിവരങ്ങൾ ചോർത്തുന്നതാണ് എന്ത്? ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ എന്നുണ്ട് അല്ലേ? അപ്പൊ വ്യാജ ഇമെയിൽ ഉണ്ടാക്കുക, അതിനുശേഷം മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കുകയാണ്. അതായത് വ്യാജ മാർഗങ്ങളിലൂടെ നമ്മുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയാം. അപ്പോൾ വ്യാജ മാർഗത്തിലൂടെ നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പറും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ചോർത്തിയെടുക്കുന്നതാണ് ഫിഷിംഗ്. നമ്മുടെ വ്യാജ ഇമെയിൽ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കുന്നതാണ് ഇമെയിൽ സ്പൂഫിംഗ്. നെക്സ്റ്റ് എന്താണ്? സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യാജ വെബ്സൈറ്റുകൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളൊക്കെ തയ്യാറാക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൈബർ ഡിഫേമേഷൻ. സൈബർ ഡിഫേമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കെതിരെയോ ഒക്കെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയാസിലൂടെയോ ഒക്കെ പ്രചരിപ്പിക്കുന്നത്, മൊബൈൽ ഫോണിലൂടെ ആയിക്കോട്ടെ കമ്പ്യൂട്ടറിലൂടെ ആയിക്കോട്ടെ, എല്ലാം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ ഡിഫേമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണ്, സൈബർ ടെററിസം എന്താണ്, ഹാക്കിംഗ്, ഹാക്കേഴ്സ്, ഇമെയിൽ സ്പൂഫിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ഡിഫേമേഷൻ. ഇത്രയും പോയിന്റ് പഠിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, സൈബർ വാൻഡലിസം. സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അത് കേടുപാട് വരുത്തുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, കേടുപാട് വരുത്തുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സലാമി അറ്റാക്ക്. സലാമി അറ്റാക്ക് എന്ന് വെച്ചാൽ ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്ന സാമ്പത്തിക തട്ടിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ബാങ്കുകളിൽ കമ്പ്യൂട്ടർ വഴി ചെയ്യുന്ന സാമ്പത്തിക തട്ടിപ്പ്. ഓക്കെ, സാമ്പത്തിക തട്ടിപ്പാണ്. ബാങ്കുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന സാമ്പത്തിക തട്ടിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ പൈറസി. സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സോഫ്റ്റ്വെയർ കോപ്പി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത്. അപ്പോൾ സലാമി അറ്റാക്ക് എന്തായിരുന്നു? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് സലാമി അറ്റാക്ക്. സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ സോഫ്റ്റ്വെയറുകൾ കോപ്പി ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രാക്കിംഗ്. ക്രാക്കിംഗ് എന്ന് വെച്ചാൽ ദുരുദ്ദേശത്തോട് കൂടിയിട്ട് കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറിയിട്ട് അവിടുത്തെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ദുരുദ്ദേശം വെച്ചുകൊണ്ട് അതിക്രമിച്ച് കയറി കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാറ്റ ഡിഡ്ലിംഗ്. ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ അതിന് തൊട്ട് മുൻപോ ആയിട്ട് ഡാറ്റയിൽ മനഃപൂർവ്വം വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അതും ഒരു കുറ്റമാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകൾ നൽകുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഡാറ്റകളിൽ എന്തെങ്കിലും മനഃപൂർവ്വം അതിൽ മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്നൂപ്പിംഗ്. സ്നൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു യൂസറിന്റെ ഡേറ്റയോ അല്ലെങ്കിൽ വിവരങ്ങളോ അവരറിയാതെ വായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്നൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു യൂസർ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ അവരറിയാതെ നമ്മൾ വായിച്ചാലും അതും ഒരു കുറ്റമാണ്. അവരറിയാതെ നമ്മൾ അവരുടെ ഡേറ്റ വായിച്ചാൽ എന്താണ്? അതും ഒരു കുറ്റമാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും ഡേറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ മനഃപൂർവ്വം അതിൽ മിസ്റ്റേക്ക് വരുത്തിയാലും അതും എന്താണ്? അതൊരു കുറ്റമാണ്. അതിനെയാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാൾ അറിയാതെ അവരുടെ ഡേറ്റാസ് വായിക്കുന്നത് എന്താണ്? അതും കുറ്റമാണ്. അതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പാസ്വേഡ് സ്നിഫർ. പാസ്വേഡ് സ്നിഫർ എന്ന് പറയുമ്പോൾ ഒരാൾ അവരുടെ പാസ്വേഡോ ഇമെയിൽ ID ഒക്കെ
ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ പാസ്വേഡിനെ അവരറിയാതെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഒരാൾ പാസ്വേഡ് ലോഗിൻ ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരറിയാതെ നമ്മളത് റെക്കോർഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത്. അപ്പം ഓരോ തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പാസ്വേഡ് സ്നിഫർ എന്താണ്? പാസ്വേഡ് റെക്കോർഡ് ചെയ്യുക. ഒരാൾ അറിയാതെ അവർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ പാസ്വേഡ് റെക്കോർഡ് ചെയ്തെടുക്കുന്നതിനെയാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെർണോഗ്രഫി. പെർണോഗ്രഫി എന്ന് പറയുമ്പോൾ അശ്ലീല ചിത്രങ്ങളോ അവരുടെ വീഡിയോസോ ഒക്കെ പ്രചരിപ്പിക്കുക. ഓക്കെ, കമ്പ്യൂട്ടറിലൂടെ നെറ്റ്വർക്കിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർണോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? സൈബർ വാൻഡലിസം, ദെൻ സലാമി അറ്റാക്ക്, സോഫ്റ്റ്വെയർ പൈറസി, ക്രാക്കിംഗ്, ഡാറ്റ ഡിഡ്ലിംഗ്, സ്നൂപ്പിംഗ്, പാസ്വേഡ് സ്നിഫർ, പെർണോഗ്രഫി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടേംസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബ്ലൂ വെയിൽ ചലഞ്ച്. ബ്ലൂ വെയിൽ ചലഞ്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? സോഷ്യൽ നെറ്റ്വർക്കിലൂടെ എല്ലാം പ്രചരിപ്പിച്ച ഒരു സൂയിസൈഡൽ ഗെയിം ആണ് എന്ത്? ബ്ലൂ വെയിൽ ചലഞ്ച് അല്ലെ? അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. വാട്സപ്പിലൂടെ പ്രചരിച്ച ഒരു സൂയിസൈഡൽ ഗെയിമാണ് മോമോ എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതാണ്? ബ്ലൂ വെയിൽ ചലഞ്ച് ആണ്. വാട്സപ്പിലൂടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മോമോ ആണ്. ഓക്കെ, വാട്സപ്പിലൂടെ വന്നിട്ടുള്ള സൂയിസൈഡൽ ഗെയിമാണ് മോമോ. ദെൻ അടുത്തത് കമ്പ്യൂട്ടർ വൈറസ്. എന്താണ് കമ്പ്യൂട്ടർ വൈറസ്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ, താറുമാറാക്കാനായിട്ട് ശേഷിയുള്ള പ്രോഗ്രാമുകളാണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മുടെ ഫോണിൽ വൈറസ് കയറിയാൽ നമ്മുടെ ഫോണ് ഡാമേജ് ആയി പോകും. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് എന്താണ്? കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാനായിട്ട് എന്താണ് കഴിവുള്ള പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. വൈറസിന്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് ആണ് ജനറൽ. ദെൻ നെറ്റ്വർക്കിങ്ങിലാണെങ്കിൽ വിർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ്. എന്താ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ഫസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് ഫസ്റ്റ് വൈറസ്. അത് കണ്ടെത്തിയത് ബാസിത് ഫാറൂഖ് അൽവി, അംജാദ് ഫാറൂഖ് അൽവി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് വൈറസ് കണ്ടെത്തിയത്. ഫസ്റ്റ് വൈറസ് ഏതാണ്? ബ്രെയിൻ ആണ്. ബാസിത് ഫാറൂഖ് അൽവി, അംജാദ് ഫാറൂഖ് അൽവി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഫസ്റ്റ് വൈറസ് ആയിട്ടുള്ള ബ്രെയിൻ കണ്ടെത്തിയത്. ആർപ്പാനെറ്റ് നമ്മൾ പറഞ്ഞല്ലേ, ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമാണ് ആർപ്പാനെറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ആർപ്പാനെറ്റിൽ വന്നിട്ടുള്ള ആദ്യത്തെ വൈറസ് എന്ന് പറയുന്നത് ക്രീപ്പർ ആണ്. ആർപ്പാനെറ്റിൽ ഉണ്ടായിരുന്ന വൈറസ് ഏതാണ്? ക്രീപ്പർ ആണ്. ദെൻ ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ എൽക്ക് ക്ലോണർ ആണ് ഫസ്റ്റ് എന്താണ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? എൽക്ക് ക്ലോണർ. ദെൻ ആപ്പിൾ എന്ന് പറയുന്നതാണ് വൈറസ് കയറിയ ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആപ്പിൾ ആണ്. ദെൻ അപകടകാരിയായിട്ടുള്ള വൈറസ്, ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള വൈറസ് ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള വൈറസ് ഫ്ലെയിം ആണ്. ആദ്യമായിട്ട് വൈറസ് കയറിയ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആപ്പിൾ ആണ്. ദെൻ അടുത്തത് ആന്റിവൈറസ് എല്ലാവർക്കും അറിയാം അല്ലെ? വൈറസിനെ നശിപ്പിക്കാനായിട്ട് പാകത്തിലുള്ള കഴിവുള്ള പ്രോഗ്രാമുകളെയാണ് ആന്റിവൈറസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിക്സർ, അതായത് വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നതാണ് വിക്സർ. ഇമ്പോർട്ടൻ്റ് ആണ്. വിക്സർ എന്താണ്? വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് വിക്സർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നോക്കാം, ബ്ലൂ വെയിൽ ചലഞ്ച് നമ്മൾ പറഞ്ഞല്ലേ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ള സൂയിസൈഡൽ ഗെയിമാണ് ബ്ലൂ വെയിൽ ചലഞ്ച്. മോമോ എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ വന്നിട്ടുള്ള സൂയിസൈഡൽ ഗെയിമാണ്. കമ്പ്യൂട്ടർ വൈറസ് നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള പ്രോഗ്രാമുകളെയാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വൈറസിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. ഫസ്റ്റ് വൈറസ് ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് ബാസിത് ഫാറൂഖ് അൽവി, അംജാദ് ഫാറൂഖ് അൽവി. ദെൻ ആർപ്പാനെറ്റിൽ വന്നിട്ടുള്ള വൈറസ് ആണ് ക്രീപ്പർ. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക് ക്ലോണർ. ദെൻ ആപ്പിൾ എന്ന് പറയുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിലാണ് ആദ്യമായിട്ട് വൈറസ് കയറിയ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ദെൻ ഏറ്റവും കൂടുതൽ അപകടകാരിയായ വൈറസ് ഏതാണ്? അത് ഫ്ലെയിം ആണ്. ദെൻ ആന്റിവൈറസ് എന്ന് പറയുന്നത് വൈറസിനെ നശിപ്പിക്കാനായിട്ട് പാകത്തിനുള്ള പ്രോഗ്രാംസ് ആണ് ആന്റിവൈറസ്. വിക്സർ എന്ന് പറയുന്നത് എന്താണ്? വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നതാണ് എന്ത്? വിക്സർ. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. ഇനി നമുക്ക് സൈബർ നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.